എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അവൾ കുടുംബത്തിലൊരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ പോയി. അപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെയറിൽ ആളൊഴിഞ്ഞൊരു ചെയറിൽ മാറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ ഇതിന് മുന്നേ കണ്ട് പരിചയമില്ലാത്ത ആദ്യമായിട്ട് കാണുന്ന ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു ലേഡി പെട്ടെന്ന് അവളുടെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് അവൾ പ്രതീക്ഷിച്ച് ഇരിക്കാത്ത ടൈമിൽ അവൾ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, അതെ, നിങ്ങൾക്ക് മരിക്കേണ്ടതെന്ന്. ഒരു സ്ട്രേഞ്ചർ മറ്റൊരു സ്ട്രേഞ്ചറോട് ചോദിക്കാവുന്ന ഏറ്റവും ഓക്വേർഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്കത് തോന്നിയത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ അങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ചോദിച്ച ആൾ ഭ്രാന്തനാണെന്ന് തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെ അവളോട് ചോദിച്ചപ്പോൾ അവളും പെട്ടെന്ന് അത് ഞെട്ടി ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു സ്വബോധം വീണ്ടെടുത്ത് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞ്, ആ സ്വാഭാവികമായിട്ട് ജനിച്ച ഒരാൾ തീർച്ചയായിട്ട് മരിക്കണമല്ലോ എന്ന്. അപ്പോൾ അടുത്തതായിട്ട് ഒട്ടും സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ ആ സ്ത്രീ പറഞ്ഞ്, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേന്ന്. അപ്പോൾ അവൾ ഒരു ഒട്ടും ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒട്ടും സമയമെടുക്കാതെ പറഞ്ഞ്, വേണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഒരു സർപ്രൈസ് ആയത് ചോദിച്ച ലേഡിയാണ്. കാരണം അവർ ഈ ക്വസ്റ്റ്യന് ഇതിന് മുന്നേ വേറെ ഒരുപാട് ആളുകളോട് ചോദിച്ചപ്പോഴും അവരുടെ അടുത്തുനിന്ന് ഉണ്ടായ ഒരു ആൻസർ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സ്വർഗത്തിൽ പോകണം. അതിനുശേഷം മാത്രമേ അവർക്ക് ഫർദർ അവരുടെ ഒരു കൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ അവർ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ആൻസർ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ട് ആ ലേഡി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ച്, അതെന്താ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടാത്തതെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ്, എന്തിനാണ്, അവിടെയും നിങ്ങളുണ്ടാവില്ല എന്നെ വെറുപ്പിക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഉത്തരം കേട്ടപ്പോൾ ആ ലേഡി ഒന്നും മിണ്ടാതെ ചമ്മിയ മുഖത്തോടെ എണീറ്റിട്ട് ആ സ്ത്രീ പോയി. അപ്പോൾ ഈ പല മതങ്ങളിലും പല മതങ്ങളുടെ വിഭാഗങ്ങളും ഇതേപോലെ മതപ്രചരണത്തിന് വേണ്ടിയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ കൺവെർസേഷനാണ്. ഫസ്റ്റ് അവർ പറയും, നിങ്ങൾക്ക് മരിക്കേണ്ടതെന്ന് ചോദിക്കും. മരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേന്ന് ആയിരിക്കും നമ്മളെ സ്വാഭാവികമായിട്ടുള്ള ആൻസർ. സ്വർഗത്തിൽ പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മനുഷ്യന്മാരാണെങ്കിലും സ്വർഗത്തിൽ പോകണമെന്നേ പറയുള്ളൂ. അപ്പോൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്തത് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അതേപോലെ ഒരു സമുദായത്തിൽ പെട്ട ആളുകൾ നടത്തുന്ന ഒരു ക്ലാസ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഫ്രീ ക്ലാസ്സാണ്, നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് അടുക്കാം എന്നൊക്കെ പറയും. ഞാൻ ഇവിടെ ഒരു മതത്തിൻ്റെ പേരോ ഒരു കമ്മ്യൂണിറ്റീൻ്റെ പേരോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തികളുടെ പേരോ ഒരു സ്ഥലത്തിൻ്റെ പേരോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും ഒരു വിഭാഗമായിട്ടും എടുക്കേണ്ട ആവശ്യമില്ല. പൊതുവായിട്ട് പറഞ്ഞൊരു കാര്യമായിട്ട് ഒരാൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ സെയിം പെൺകുട്ടി തന്നെ മാരീഡാണ്. അപ്പോൾ അവളുടെ മോളുടെ ഫോട്ടോസ് ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഫോട്ടോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും, ലൈക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടും. അപ്പോൾ ഇത് ഇവരുടെ കുടുംബത്തിൽ തന്നെയുള്ള എല്ലാവർക്കും ഈ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ ചില പ്രായമുള്ള സ്ത്രീകൾ ഇവരെ മദറിനെ വിളിച്ചിട്ട് അതേപോലെ ഇവളെ വിളിച്ചിട്ട് മദറിനെ വിളിച്ചിട്ട് ഫാമിലിനെ കണക്ട് ചെയ്തിട്ട് പറയും, ഇങ്ങനെ നമ്മളെ സമുദായത്തിൽ പെട്ട ഒരു ആൾക്കാർ ഇങ്ങനെ ഫോട്ടോയും സ്റ്റാറ്റസും കുട്ടികളുടേത് ഇടാൻ പാടുണ്ടോ, ഇത് നമുക്ക് ചേർന്നതാണോ, ഇത് നമുക്ക് പറഞ്ഞതാണോ എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൾ സ്ട്രെസ്സിലായിട്ട് ഇവൾക്ക് നിർബന്ധിതമായിട്ട് ഇവൾ പിന്നെ സ്റ്റാറ്റസ് ഇടാതെയായി. കാരണം ആളുകളുടെ ഈ ചോദ്യം പറച്ചിലൊക്കെ സഹിക്കാൻ പറ്റാതെ ഇനിയിപ്പോൾ ആരെയും വികാരങ്ങളൊന്നും വ്രണപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് സ്വാഭാവികമായിട്ട് നിർത്തി. ഇതേ കുറ്റം പറഞ്ഞ ആളുകളുടെ മകളുടെ മകളുടെ മകളെ ഫോട്ടോ
ഒക്കെ ഇതേപോലെ ബർത്ത്ഡേൻ്റെയും ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഇതേപോലെ ഇടുന്നു. അപ്പോൾ ഇവള് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, ഇപ്പം നമ്മളാണെങ്കിലും ചോദിക്കുമല്ലോ, അല്ല നിങ്ങൾ നമ്മളെ അടുത്ത് ഇതേപോലെ ഇടരുതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒക്കെ ഇത് നിർത്തിയില്ലേ, പിന്നെ നിങ്ങളെ സ്വന്തം മോളൊക്കെ ഇത് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് നിങ്ങൾക്ക് അത് ബാധകമില്ലേ എന്നുള്ളത് ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ആ കുട്ടിക്ക് അങ്ങനെ കണ്ണൊന്നും തട്ടില്ല, ആ കുട്ടി അങ്ങനെ കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിയൊന്നല്ല, അതിലൊന്നും വലിയ കാര്യമില്ല, അതിലൊന്നും വലിയൊരു പ്രശ്നമല്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ എൻ്റെ ഫ്രണ്ടിന് വേറെ ഒരു നിയമം, വേറൊരു നീതി, വേറൊരു വിശ്വാസം, അത് നിങ്ങളെ സ്വന്തം ലൈഫിൽ വരുന്ന സമയത്ത് വേറെ വിശ്വാസം, വേറെ നീതി, അല്ലെങ്കിൽ വേറെ ഒരു ചിന്താഗതി, അതെന്താണ് അങ്ങനെ? അപ്പോൾ ഓക്കെ, നിങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാം, അനുസരിക്കാം. അത് ആദ്യം നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളത് ഒന്ന് നമുക്ക് ഒരു മാതൃകയായിട്ട് കാണിച്ചിട്ട് തരുമ്പോഴല്ലേ, തന്നിട്ട് നമ്മളത് ഫോളോ ചെയ്യുമ്പോഴല്ലേ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ശരി അതല്ലേ. വീണ്ടും ഞാൻ പറയാം, ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ആളുടെ പേര് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു പൊതുവായിട്ടുള്ള നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. താങ്ക് യു.